Nabil. Yes. Good evening, all. കരിയർ ടോക്ക് വെബിനാർ സീരീസിന്റെ 5th ഡേയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നത്തെ ടോപ്പിക് ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ചാണ്. ടോപ്പിക് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് എത്തിയിട്ടുള്ളത് സിജിയുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള മില്ലറ്റ് സാറാണ്. സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. സർ അഷ്കർ സാർ. Yes. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട സിജിയുടെ ഭാരവാഹികളെ, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ മില്ലറ്റ് സാർ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ സിജിയുടെ ആഭിമുഖ്യത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കരിയർ ടോക്ക് വെബിനാർ സീരീസിന്റെ 5ാമത്തെ ദിവസത്തിലാണ് നാം ഇന്നുള്ളത്. 1ാമത്തെ ദിവസം കരിയർ പ്ലാനിങ്ങുമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. 2ാമത്തെ ദിവസം 10-ന് ശേഷമുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങളെ നമ്മൾ മനസ്സിലാക്കി. 3ാമത്തെ ദിവസം കൊമേഴ്സ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളായിരുന്നു. ഇന്നലെ 4ാമത്തെ ദിവസം ഹ്യൂമാനിറ്റീസ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അടുത്ത ദിവസം സയൻസ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവസാനത്തെ ദിവസം ഫ്യൂച്ചറിസ്റ്റിക് കരിയറാണ് നമ്മുടെ ടോപ്പിക്. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുന്നേ സിജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ കൂടുതലായിട്ട് ഇന്നുണ്ടാവും. അവർ ഓൾറെഡി കേട്ടതാണ്. അവരെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് കുറച്ച് വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. CIGI സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. സിജിയുടെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് നടത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആക്ടിവിറ്റീസ് 4 പ്രൊജക്ടുകളായിട്ടാണ് നടത്തുന്നത്. അതിൽ 1ാമത്തെ പ്രൊജക്റ്റാണ് കരിയർ മിഷൻ. കരിയർ മിഷന്റെ മുദ്രാവാക്യം തന്നെ നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ്. ഒരു കുട്ടി പോലും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ഗൈഡൻസ് കിട്ടാതെ പോവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെ കരിയർ മിഷന്റെ കീഴിൽ ഒരുപാട് ആക്ടിവിറ്റീസ് സിജി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ, ഞായർ ഒഴികെ, രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സിജി ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് വെച്ചും സിജി മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇതിന് പുറമെ എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം എന്ന പ്രോഗ്രാം രാവിലെ 9 മണിക്ക് നടത്തുന്നുണ്ട്. ഇന്നുണ്ടായിരുന്നു. സിജിയുടെ ആക്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു പ്രോഗ്രാമാണ് സ്കൂൾ കണക്ട് പ്രോഗ്രാം. സ്കൂളുകളിൽ പോയിട്ട് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രോഗ്രാമാണ്. ദെൻ കോളേജ് കണക്ട് പ്രോഗ്രാം ഉണ്ട്. കോളേജുകളിൽ ഇത്തരം കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രോഗ്രാമാണ് കരിയർ അറ്റ് ഗ്രാസ് റൂട്ട്. ഇപ്പൊ സിജിയെ അറിയുന്ന ആൾക്കാർ സിജിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിജിയുടെ ഓൺലൈൻ പ്രോഗ്രാമുകൾ അറിയുന്നവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സിജിയെ കുറിച്ച് അറിയാത്ത എന്നാൽ സിജിയുടെ സേവനങ്ങൾ ആവശ്യമുള്ള ഒരുപാട് കുട്ടികൾ, പ്രത്യേകിച്ച് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിലേക്ക് ഇറങ്ങി ചെന്ന് നടത്തുന്ന പ്രോഗ്രാമുകൾക്കാണ് കരിയർ അറ്റ് ഗ്രാസ് റൂട്ട് എന്ന രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇന്നത്തെ വെബിനാർ സീരീസും ഈ കരിയർ മിഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. മറ്റൊരു പ്രൊജക്റ്റാണ് CDAT, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി എന്നാണ്, ജന്മനാ ഉള്ള കഴിവ്. ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അഥവാ ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താല്പര്യമാണ്. അതോടൊപ്പം തന്നെ കഴിവും നോക്കണം. താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, കഴിവും നോക്കണം. ഈ കഴിവ് നോക്കാൻ, തിരിച്ചറിയാൻ, അളക്കാൻ ഒരുപാട് സൈക്കോമെട്രിക് ടൂൾസ് ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പൊതുവെ ഡാറ്റ് എന്നാണ് പറയാ. DAT, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷ. സിജി ഡെവലപ്പ് ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെയാണ് CDAT എന്ന് പറയാ.
അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ CGCareer.com എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ cg.org എന്ന സൈറ്റിലൊക്കെ കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട സൈറ്റ് അഡ്രസ്സ്, കോണ്ടാക്ട് നമ്പർ ഈ സൂമിൽ ടെക്സ്റ്റ് ചെയ്യുന്നതാണ്, കുട്ടികൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ദെൻ CG കരിയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള മൂന്നാമത്തെ പ്രൊജക്റ്റ് ആണ് DCGC, ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇന്ന് ഇവിടെ മില്ലറ്റ് സാറ് ക്ലാസ് എടുക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്ത റിസോഴ്സ് പേഴ്സൺസ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തതുപോലെ കരിയർ ഗൈഡൻസ് ക്ലാസ് കൊടുക്കാൻ ഡിഗ്രി കഴിഞ്ഞ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് CG ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അതിന്റെ പേരാണ് DCGC, ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ദെൻ മറ്റൊരു പ്രൊജക്റ്റ് ആണ് പബ്ലിക്കേഷൻ. കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള നാലാമത്തെ പ്രൊജക്റ്റ് ആണ് പബ്ലിക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറി അല്ലെങ്കിൽ കരിയർ ഹാൻഡ് ബുക്കുകൾ CG വർഷങ്ങളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കരിയർ ഹാൻഡ് ബുക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒന്നാമത്തെ വോളിയമാണ് അത്. അങ്ങനെ 10 മേഖലകളിൽ കരിയർ ഹാൻഡ് ബുക്കുകൾ CG ഈ വർഷം ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ ഇത്രയുമാണ് കരിയർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്. ഇതുപോലെ 6 ഡിപ്പാർട്ട്മെന്റ് CGക്ക് വേറെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രൊജക്ട് മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് TNC, ടാലന്റ് നർച്ചറിംഗ് സെന്റർ. അതിലെ ഒരു പ്രൊജക്ട് മാത്രം പറയുകയാണ് സ്റ്റുഡന്റ് വർക്ക്ഷോപ്പ് ക്യാമ്പുകൾ. ഓക്കെ, ഇപ്പം CGയിൽ 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പുകളുണ്ട്, സ്റ്റുഡന്റ് ക്യാമ്പുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ cg.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10ന് ശേഷം ഒരുപാട് കോഴ്സുകൾ ഷോർട്ട് ടേം കോഴ്സുകളായിട്ടുണ്ട്. അതുപോലെ തന്നെ 12ന് ശേഷവും ഉണ്ട്. നേരത്തെ 10ാം ക്ലാസ് കഴിഞ്ഞ ഷോർട്ട് ടേം കോഴ്സിന് കുട്ടികൾ കൂടുതലായിട്ട് പോയിരുന്നു. കാരണം അന്ന് +2 സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ലായിരുന്നു, കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു PDC, പ്രീ ഡിഗ്രി കോഴ്സ്. ഇന്ന് PDC പ്രീ ഡിഗ്രി കോഴ്സ് ഇല്ല, അതിന് പകരം +2 ആണുള്ളത്. +2 സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് 10 കഴിഞ്ഞ് കുട്ടികൾ ഷോർട്ട് ടേം കോഴ്സിന് പോകാൻ സാധ്യത കുറവാണ്. എനിവേ 12ന് ശേഷം ഉള്ള ഈ കോഴ്സുകൾ 10ന് ശേഷമാണെങ്കിലും 12ന് ശേഷമാണ് പോവാൻ സാധ്യത. എനിവേ അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മില്ലറ്റ് സാറാണ് ഈ ഒരു സെഷൻ ഡീൽ ചെയ്യുന്നത്. അദ്ദേഹം CGയുടെ റിസോഴ്സ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള കരിയർ ഗൈഡൻസ് സെല്ലിന്റെ റിസോഴ്സ് പേഴ്സൺ ആണ്. വളരെ സന്തോഷപൂർവ്വം ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിനുണ്ട് മില്ലറ്റ് സാറെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ ഒരു വെബിനാർ സീരീസ് സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് മില്ലറ്റ് സാറിന് കൈമാറുകയാണ്. ഓവർ ടു മില്ലറ്റ് സാർ. ഓക്കെ, താങ്ക് യു അസ്കർ സാർ. ഗുഡ് ഈവനിങ് ഓൾ. സൗണ്ട് ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സർ, യെസ് സർ. ഓക്കെ, അപ്പൊ നമ്മള് CGയുടെ കരിയർ വെബിനാർ സീരീസിന്റെ 5ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആദ്യമേ തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഓൺലൈൻ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ഷോർട്ട് ടൈം കോഴ്സസ് ആണ്. ഞാൻ ആഫ്റ്റർ 10 അല്ലെങ്കിൽ +2 എന്ന് മെൻഷൻ ചെയ്യാനുള്ളതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എലിജിബിലിറ്റിയിൽ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ ഉള്ളത് കൊണ്ടാണ്. ഇത് മാത്രമൊന്നുമല്ല, +2 ഡിഗ്രി ഏത് ക്വാളിഫിക്കേഷനിലും ഏത് പ്രായമുള്ളവർക്കും പോകാൻ പറ്റുന്ന ഒരു കാറ്റഗറി കോഴ്സാണ് ഷോർട്ട് ടൈം കോഴ്സസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സക്സസ് എന്ന് പറയുന്നത്. സോ എന്താണ് സക്സസ് എന്ന് ചോദിച്ചാൽ എന്നതിനേക്കാൾ എപ്പോഴാണ് നമ്മൾ സക്സസ് ആവുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് സക്സസ് ആവുക. നമ്മളൊക്കെ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ആ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുക എന്നുള്ളതാണ്. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റി കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ പ്രധാനമായിട്ട് നമുക്ക് 2 രീതിയിലാണ് നമ്മൾ അത്തരം ആളുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന്, പെട്ടെന്ന് എന്ന് വെച്ചാൽ അവരുടെ വിവിധ സാഹചര്യങ്ങളാൽ പെട്ടെന്നൊരു കോഴ്സിലേക്ക് എത്തുകയും ഒരു സാലറി അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് എത്തുക എന്ന രീതിയിൽ
ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം ഒന്നാമത്തെ കാറ്റഗറിയിലുള്ളത്. പെട്ടെന്നൊരു ജോലി, അതിനുശേഷം അവർക്ക് പഠിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം, ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ഏതെങ്കിലും കാരണവശാൽ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ, ഏതെങ്കിലും കാരണത്താൽ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയും തുടർന്ന് പെട്ടെന്നൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾക്കും പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഷോർട്ട് ടൈം കോഴ്സസ് എന്ന് പറയാം. നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സക്സസ് എന്ന് പറയുന്ന ഒരു ജേർണിയാണ്. ഇറ്റ് ഈസ് എ ജേർണി ഫ്രം റിയാലിറ്റി ടു പോസിബിലിറ്റി. നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പോസിബിലിറ്റിയിലേക്കുള്ള ഒരു ജേർണിയാണ് നമ്മൾ സക്സസ് എന്ന് പറയും. അപ്പൊ നമ്മൾ നമ്മുടെ റിയാലിറ്റി എന്തെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ സക്സസിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ പലപ്പോഴും അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയും കൂടി ചെയ്യാം. പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്കോപ്പുള്ള കോഴ്സ് ഏതാണെന്ന് അന്വേഷിക്കുന്ന ആളുകളാണ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കി, നമ്മുടെ കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കി, അത്തരത്തിൽ ആ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു നല്ലൊരു കരിയർ സക്സസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നമ്മൾ സ്കോപ്പിന് പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും നമുക്ക് ഒരു എന്താ പറയാ ഒരു ബെറ്റർ കരിയർ നമുക്ക് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ അസ്കർ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കരിയർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് വേണം, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 2, നമുക്ക് ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ. അപ്പം ഷോർട്ട് ടൈം കോഴ്സിനെ പറ്റി പറയുമ്പം പ്രധാനമായിട്ടും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോർമലി വേണം. ഏതൊരു കരിയർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ വേണം. ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ടൂളുകളുണ്ട്. അസ്കർ സാർ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ സിജിയിൽ ചെല്ലുകയും അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സീഡാറ്റ് നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുശേഷമുള്ള കൗൺസിലിംഗ് കൂടെ കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ പലതരത്തിലുള്ള ടൂളുകളുണ്ട്. അപ്പൊ അതില് ഹവാർഡ് ഗാർണറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഇത് പ്രകാരം പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ചില ആളുകൾ മ്യൂസിക് സ്മാർട്ട് ആയിരിക്കും, ചിലർ ബോഡി സ്മാർട്ട് ആയിരിക്കും, പീപ്പിൾ സ്മാർട്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരുണ്ടാവും, വേർഡ് സ്മാർട്ട്, നന്നായിട്ട് എന്താ പറയാ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ ലോജിക് സ്മാർട്ട്, മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള ആളുകൾ, അതുപോലെ തന്നെ നേച്ചറലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ പലതരത്തിലുള്ള കഴിവുകളുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്. കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചു കാലത്തേക്കെന്നല്ല, നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ്. അപ്പം അവിടെ നമ്മുടെ ഇൻട്രസ്റ്റിന് താല്പര്യമുണ്ട്. ഷോർട്ട് ടൈം കോഴ്സിനെ പറ്റി പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷോർട്ട് ടൈം കോഴ്സിന് മാത്രമല്ല ഏത് കരിയർ ആയാലും നമ്മുടെ സ്കില്ല് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാരണം പഴയ കാലമല്ല, കോമ്പറ്റീഷൻ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും സ്കില്ലുള്ള ആളുകൾക്ക് സാധ്യതകൾ കൂടുതലാണ്. ആ മേഖലയിൽ നിങ്ങൾ സ്കില്ലുണ്ടോ, സ്കിൽഡ് ആണോ എന്നാണ് നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതൊരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാലും അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക. സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സോ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, പലപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം. നമ്മൾ നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അവിടെയാണ് നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും. നമ്മുടെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള, നമ്മുടെ സ്കില്ലായിട്ടുള്ള മേഖലകൾ എവിടെയാണോ അത്തരം മേഖലകളെ കണ്ടെത്തുകയും ഇത്തരം മേഖലകളിലെ അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2 ശേഷം നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കോഴ്സുകളാണ്, 3 തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് പോളിടെക്നിക്കുകളാണ്, രണ്ടാമത്തത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, മൂന്നാമത്തത് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുക. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാം. പോളിടെക്നിക്കുകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് വരുന്നത്. AICTE അപ്രൂവലുള്ള 42-ലധികം ബ്രാഞ്ചുകൾ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ നമ്മുടെ കേരളത്തിലുണ്ട്. 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാവുക. അപ്പം അവിടെ ഗവൺമെന്റ് എയ്ഡഡ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് ഉള്ളത്.
അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോളിടെക്നിക്കില് എന്നും അല്ല, ഏതൊരു സ്ഥാപനത്തിലായാലും ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്, സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് ഏകദേശം 23,000-നോടടുത്ത സീറ്റുകളാണ് പോളിടെക്നിക്കുകൾ കേരളത്തിലുള്ളത്. ഓരോ ബ്രാഞ്ചുകളിലും ഞാൻ പറഞ്ഞു 42-ലധികം ബ്രാഞ്ചുകളുണ്ട്. ഓരോന്നിലും 60 സീറ്റ് വീതമാണ്. കേരളത്തില് SSLC ആണ് എലിജിബിലിറ്റി വരുന്നത്. ഏകജാലക അഡ്മിഷൻ ആണ്. നമ്മൾ സൈറ്റ് അഡ്രസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. www.polyadmission.org എന്നാണ് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ നമ്മുടെ പോളിടെക്നിക്കുകളോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോളിടെക്നിക്കുകള് IHRDയുടെ കീഴിലുള്ള മോഡൽ പോളിടെക്നിക് കോളേജുകളാണ്. 8 IHRDകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പം ഇത്തരം IHRDകളിലും 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പ്രോഗ്രാമുകൾ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. പലപ്പോഴും പലർക്കും സംശയമുണ്ട്, ഈ പോളിടെക്നിക് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മാത്രമാണോ? അല്ല, അതിലെ സ്ട്രീം 1-ലാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സുകൾ ഉണ്ടാവുക. ഭൂരിഭാഗം കോഴ്സുകളും ഡിപ്ലോമ പ്രോഗ്രാമുകളാണ്. പക്ഷെ അത് മാത്രമല്ല, സ്ട്രീം 2 വരുമ്പോഴേക്കും ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഈ കോഴ്സുകളും സ്ട്രീം 2-ല് പോളിടെക്നിക്കുകളിൽ ലഭ്യമാണ്. ഏതൊക്കെ കോളേജുകളിലാണ് ഇത്തരം കോഴ്സുകൾ ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ലൈറ്റും ഫാനും ഇട്ടിട്ട് അപ്പുറം പോയിരിക്കണത് എന്ത് മര്യാദയാണ്? ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഇവിടെയുള്ളത്? ലൈറ്റും ഫാനും ഇവിടെ കത്തിക്കിടക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു 42ഓളം പ്രോഗ്രാമുകൾ ഉണ്ട്. നമ്മൾ ഓരോ കോളേജുകളിലെയും കോഴ്സുകൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്യാം. നോർമൽ ട്രഡീഷണൽ ആയിട്ട് വരുന്ന കോഴ്സുകൾ ഒരുപാടുണ്ട്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ, ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകളും അവൈലബിൾ ആണ്. ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകളും നമ്മുടെ പോളിടെക്നിക്കുകളിൽ അവൈലബിൾ ആണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും IHRDയിലും ഫീസ് കൂടുതലാണ്. ഇനി പലപ്പോഴും പല കുട്ടികളും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, സ്പെഷ്യലൈസേഷൻ റെയർ കോഴ്സുകൾ അവൈലബിൾ ആണോ, പോളിടെക്നിക്കുകളിൽ അവൈലബിൾ ആണോ? അതിന്റെ ഉത്തരവും യെസ് എന്നാണ്. കാരണം പ്രിന്റിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഷൊർണൂർ പോളിടെക്നിക് കോളേജിലുണ്ട്. ടെക്സ്റ്റൈൽ ടെക്നോളജി തിരുവനന്തപുരം, തൃശ്ശൂർ പോലുള്ള പോളിടെക്നിക്കുകളുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ്, ഇതൊക്കെയും കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സാണ്. എറണാകുളത്തും അതുപോലെ തന്നെ കാലിക്കറ്റ് പോളിടെക്നിക്കുകളിലൊക്കെ ഉണ്ട്. ഗവൺമെന്റ് പോളിടെക്നിക്കിലുണ്ട്. അതുപോലെ തന്നെ കെൽട്രോണിന്റെ പോളിടെക്നിക് കോളേജിൽ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി കോഴ്സ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഒരുപാട് റെയർ സ്പെഷ്യലൈസേഷൻ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. റെയർ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളും നമ്മുടെ പോളിടെക്നിക് കോളേജുകൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വുമൻസ്, ഗേൾസിന് പോളിടെക്നിക് കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ, സാധ്യതയുണ്ടോ? അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ പോളിടെക്നിക് കോളേജുകളിലെ 6 വുമൻസ് പോളിടെക്നിക് കോളേജുകളാണ്. കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, തിരുവനന്തപുരം, കായംകുളം, അതുപോലെ തന്നെ പയ്യന്നൂർ കോളേജുകളിലൊക്കെ വുമൻസ് പോളിടെക്നിക് കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പം അവർക്ക് പറ്റാത്ത തരത്തിലുള്ള കോഴ്സുകളാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിയറിംഗ് ഇമ്പയർഡ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ ബാച്ചുകൾ അതുപോലെ കോഴിക്കോട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അതുപോലെ കളമശ്ശേരിയിൽ കോഴ്സുകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഏകദേശം സാധാരണ ജൂൺ ജൂലൈ മാസത്തിൽ 10ാം ക്ലാസ് പ്ലസ് 2 റിസൾട്ടിന് ശേഷമാണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഏകജാലക സംവിധാനത്തിലാണ് കോഴ്സ് വരുന്നത്. ടെക്നിക്കൽ മേഖലയിൽ, അതുപോലെ തന്നെ ടെക്നിക്കൽ മേഖലയിലും അതുപോലെ തന്നെ കൊമേഴ്സ് മേഖലയിലൊക്കെ, കൂടുതലായും ടെക്നിക്കൽ മേഖലയിൽ ഒരു നല്ലൊരു സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ച് ഇത്തരം എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഒരുപാട് അവസരങ്ങൾ തരുന്നൊരു മേഖലയാണ്. അതുപോലെ തന്നെ പ്ലസ് 2 കഴിഞ്ഞ ആളുകൾക്ക്, 10ാം ക്ലാസ് ആണ് എലിജിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു, പ്ലസ് 2 സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് 3 വർഷത്തെ പോളിടെക്നിക് കോളേജിന്റെ കോഴ്സിന്റെ 2ാമത്തെ വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. ആ ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പ്ലസ് 2 ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു അവസരം അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏകദേശം 2195ഓളം സീറ്റുകളാണ് മൊത്തത്തിൽ ലാറ്ററൽ എൻട്രി സ്കീമിലേക്ക് വരുന്നത്. ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ. ഈ ഒരു കാര്യവും സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് മാർക്കിന്റെ ബേസിലാണ് വരുന്നത്. ഈ ഒരു അവസരവും അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നൊരു കാര്യം ശ്രദ്ധിക്കുക.
ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന ഒരു മേഖലയാണ് പോളിടെക്നിക്. കാരണം നമുക്കറിയാം ടെക്നിക്കൽ മേഖലയാണ്, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് പോളിടെക്നിക് കഴിഞ്ഞിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ ജോലികളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇലക്ട്രോണിക് ടെക്നീഷ്യൻ, മെയിൻ്റെനൻസ് എഞ്ചിനീയർ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, സോഫ്റ്റ്വെയർ ടെസ്റ്റർ തുടങ്ങി ഒരുപാട് വെഹിക്കിൾ ടെക്നീഷ്യൻ തുടങ്ങി ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നമുക്ക് സാധ്യതയുണ്ട്. IT അസിസ്റ്റന്റ്, വെഹിക്കിൾ ഇൻസ്പെക്ടർ, ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക്, ടെക്നീഷ്യൻ, ഇത്തരത്തിലുള്ള മേഖലകളിലേക്കൊക്കെയും ഗവൺമെന്റ് മേഖലയിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന ഒരു മേഖലയാണ് പോളിടെക്നിക് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ രണ്ടാമത് പറയുന്ന കോഴ്സ് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുമ്പോൾ എത്രത്തോളം ഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷേ SSLC എലിജിബിലിറ്റിയിൽ കൂടുതലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഡിഗ്രിയിലൊക്കെ ചെയ്ത് നമുക്കറിയാം NIFT, NID പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെയ്ത് എൻട്രൻസ് വഴിയാണ് അവിടേക്കുള്ള അഡ്മിഷൻ വരിക. അതിനുശേഷം അത്യാവശ്യം നല്ല ഫീസ് കൊടുത്തു വേണം നമ്മൾ അവിടെ പഠിക്കാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പോൾ SSLC എലിജിബിലിറ്റി ശ്രദ്ധിക്കണം. SSLC എലിജിബിലിറ്റി നമ്മുടെ നാട്ടിൽ തന്നെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്, ഷോർട്ട് ടൈം കോഴ്സ് ആണ്. ഈ ഒരു കോഴ്സ് പഠിച്ച് ഈ ഒരു മേഖലയിൽ നമുക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു അവസരം നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നുണ്ട്. 42 സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 24 സീറ്റുകളാണ് ഓരോ ബാച്ചിലും ഉള്ളത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് റിസർച്ചിന്റെ കീഴിലാണ് ഈ കോഴ്സുകളൊക്കെ വരുന്നത്. പ്രധാനമായിട്ടും എൻട്രി ലെവലിൽ ഫാഷൻ ഡിസൈനിങ്, അതിന്റെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഡിസൈനിങ് പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഈ 42 സ്ഥാപനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഈ സ്ഥാപനങ്ങളുണ്ട്. SSLC ആണ് എലിജിബിലിറ്റി. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഫീസ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഫീസ് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഫീസ് ഉണ്ട്, പക്ഷെ ആ ഒരു ഫീസ് അത് നമ്മൾ കൊടുക്കേണ്ടതില്ല. കാരണം അതാത് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവരാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഫീസ് ഇല്ലാതെ തന്നെ മെറിറ്റ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി എന്ന് പറയുന്ന SSLCക്ക് ശേഷമുള്ള ഈ ഒരു കോഴ്സ്, 2 വർഷത്തെ ഡ്യൂറേഷനുള്ള ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സ് പഠിക്കാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഇതും ജൂൺ ജൂലൈ മാസത്തിലാണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക. നമ്മളവിടെ പോളി അഡ്മിഷന്റെ സൈറ്റിൽ അല്ലെങ്കിൽ SITTR കേരളയുടെ സൈറ്റിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വന്നൊരു പരസ്യമാണ്, പത്രത്തിൽ വന്നൊരു ആഡാണ്. ടൈപ്പ് റൈറ്റർ ഇല്ലെങ്കിലും ടൈപ്പിസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മള് പറയുന്ന ഇതാണ്, സംസ്ഥാനത്തെ 5870ഓളം ടൈപ്പിസ്റ്റ് തസ്തികകൾ അവിടെ നിലവിലുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. തരം തിരിച്ച് തന്നെ ഓരോ മേഖലയിലെയും തസ്തികകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തസ്തികയിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഗവൺമെന്റ് കീഴിലുള്ള ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് വഴി നമുക്ക് എത്തിച്ചേരാൻ പറ്റും. 17 സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 2 വർഷത്തെ കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എലിജിബിലിറ്റി SSLC ആണ്. ഓരോ സ്ഥാപനത്തിലും 60 സീറ്റുകൾ വീതമാണുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ ഏതൊക്കെയാ അതിന്റെ കരിയറുകളിൽ നിന്ന് നിങ്ങളൊന്ന് നോക്കുക. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഏതൊരു നമ്മള് ഓഫീസിൽ പോയി കഴിഞ്ഞാലും ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക ഉണ്ടാവും. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പേഴ്സണൽ സെക്രട്ടറി, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒരു ഓഫീസിന് വേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെയും നിങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. ഇവിടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്. അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയാ, ഒരു ഓഫീസിന് വേണ്ട, ഓഫീസ് അഡ്മിനിസ്ട്രേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച്
ഒരു കരിയറിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. 17 സ്ഥാപനങ്ങളാണുള്ളത്. ഈ സ്ഥാപനങ്ങളിലേക്ക് SSLC എലിജിബിലിറ്റി നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. +2 ഒക്കെ കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരത്തിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ടൈം കോഴ്സുകളെ സമീപിക്കാറുള്ളത്. ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിച്ചു എന്ന് കരുതി അവിടെ നമ്മുടെ കരിയർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് അല്ല. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ജോലി വേണം, നിങ്ങൾക്കൊരു കരിയർ വേണം. ആ കരിയർ ബിൽഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹയർ സ്റ്റഡി ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അല്ലെങ്കിൽ റെഗുലർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം വെറും ഒരു ഷോർട്ട് ടൈം കോഴ്സ് എടുത്ത് പഠിച്ച് ഒരു കരിയറിൽ കയറി നമ്മുടെ എന്താ പറയാ നമ്മുടെ കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ ലിമിറ്റ് ചെയ്യല്ല വേണ്ടത്. നമുക്കൊരു ജോലി അതിനുശേഷം അത് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് ഹയർ ലെവലൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടൈം കോഴ്സുകളെ അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ITIകളാണ്. നമുക്കറിയാം ഏതൊരു മേഖലയിലും ടെക്നിക്കൽ മേഖലയിലും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. ഏത് മേഖലയിലായാലും ടെക്നിക്കൽ മേഖലയിലാണെങ്കിൽ അത് അത്രത്തോളം ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിൽ ടെക്നിക്കൽ സ്കില്ല് പ്രൊവൈഡ് ചെയ്ത് ആളുകളെ ഏറ്റവും സ്കിൽഡ് ലേബർ ആക്കുക എന്നൊരു ഉദ്ദേശത്തോടെ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് ITI എന്ന് പറയുന്നത്. ITI നമുക്ക് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഗവൺമെന്റ് ITIകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ITIകളുണ്ട്. അപ്പം അവിടെ നമ്മൾ ഏകദേശം 458ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ITIകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ITIകളിൽ NCVT അല്ലെങ്കിൽ SCVTയുടെ അംഗീകാരമുള്ള കോഴ്സുകളാണോ എന്ന്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ITIകൾ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് NCVT. SCVT എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അപ്പൊ ഇത്തരം NCVT SCVT സർട്ടിഫിക്കേഷനുള്ള ITIകളിലാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 78ഓളം ട്രേഡുകളുണ്ട്. ഗവൺമെന്റ് 108 ഗവൺമെന്റ് ITIകൾ ഏകദേശം 24,000ഓളം സീറ്റുകൾ അവൈലബിൾ ആണ്. 350ഓളം പ്രൈവറ്റ് ITIകളിലുണ്ട്. ITIകളുടെ പ്രത്യേകത 2 തരത്തിലുള്ള കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, നോൺ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് മെട്രിക് കോഴ്സുകളും 10ാം ക്ലാസ് തോറ്റവർക്ക് നോൺ മെട്രിക് കോഴ്സുകളും അവൈലബിൾ ആണ്. ഇതൊക്കെയും ITIയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെ ട്രേഡുകളാണുള്ളത് നമുക്കറിയാം. ഒരു സ്കിൽഡ് ലേബർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലയിലുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യമുള്ളത്? ഫിറ്റർ, മെക്കാനിസ്റ്റ്, വെൽഡർ, വയർമാൻ, ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് ടെക്നിക്കൽ മേഖലയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന ഒരു മേഖലയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച് എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ് ITIയുടെ പ്രധാനപ്പെട്ട എന്താ പറയാ എയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടില് നമ്മളൊരു ബിൽഡിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പ്ലംബിംഗ്, വയറിംഗ് വർക്കുകളൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ നാട്ടിലൊക്കെയും കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം എത്രത്തോളം അവർക്ക് നമ്മൾ ഒരു ദിവസത്തെ ഒരു എന്താ പറയാ കൂലി അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം സ്കിൽഡ് ലേബേഴ്സിനാണ് എല്ലാ കാലത്തും ഡിമാൻഡ് എന്നുള്ളൊരു കാര്യം അല്ലെ. നമ്മുടെ നാട്ടില് നന്നായിട്ട് പണി അറിയാവുന്ന പ്ലംബർമാരോ അല്ലെങ്കിൽ വയറിംഗ് അറിയാവുന്ന ആളുകളൊക്കെയും അവര് ഒരുപക്ഷെ എന്താ പറയാ ഒരു ഗവൺമെന്റ് ജോലിയുള്ള ആളേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഏൺ ചെയ്യുന്നുണ്ടാവും. അപ്പം ഷോർട്ട് ടൈം കോഴ്സുകളുടെ ഒക്കെ പ്രത്യേകത അതാണ്. നിങ്ങൾ സ്കിൽഡ് ആണോ, നിങ്ങൾക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്, ഒരു കരിയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെയും നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും സ്കില്ലും മാച്ച് ചെയ്യുന്ന കോഴ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം കോഴ്സുകളിലേക്ക് പോവുകയും ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ ആളുകൾ ചിലർ ചോദിക്കുന്നുണ്ടാവും, SSLC കഴിഞ്ഞിട്ട് പോകുന്നതാണോ നല്ലത് അതോ +2 കഴിഞ്ഞിട്ട് പോകുന്നതാണോ നല്ലത്? അപ്പൊ അവിടെ പറയാനുള്ളത് എലിജിബിലിറ്റി SSLC ആണ്. പക്ഷെ +2 കഴിഞ്ഞ് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ITIയിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നിങ്ങളുടെ ബോണസ് പോയിന്റുകളായിട്ട് +2 റിസൾട്ട് കഴിഞ്ഞ് +2 പാസ്സായ ആളുകളുടെ അവർക്കൊരു ബോണസ് പോയിന്റ് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ITI പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾ ITI അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം RI സെന്ററുകളാണ്, റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെന്റേഴ്സ്. നിങ്ങൾ ആ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു തീരുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഇത്തരം RI സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യുക.
ITകളിലുള്ള ഓരോ ജില്ലകളിലും ഓരോ RI സെന്ററുകൾ ഉണ്ടാവും. ഇപ്പൊ റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെന്ററുകളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും അത് ഏറെ ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ITയുടെയും ആപ്ലിക്കേഷൻ ഏകദേശം വിളിക്കുക ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ്. കഴിഞ്ഞ വർഷം ജൂൺ 20 ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നത്. അപ്പൊ ITadmission.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ITI എന്ന് പറയുന്നതും നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന ഒരു മേഖലയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല. മെക്കാനിക്, വെൽഡർ, ഫിറ്റർ, ടെക്നീഷ്യൻ, അപ്പൊ ഇതൊക്കെ നമുക്ക് എപ്പോഴും വേണ്ട എന്താ പറയുക ആളുകളാണ്. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ആവശ്യമുള്ള മേഖലയാണ്. ഇത്തരം മേഖലകളിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ ഗവൺമെന്റ് മേഖലയിലായാലും പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേ പോലുള്ള മേഖലകളിലൊക്കെയും നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്നൊരു മേഖലയാണ്. ദെൻ ITI പഠിച്ച ശേഷം നമുക്ക് തുടർ പഠനം, ചില കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% പ്ലേസ്മെന്റ് തരുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു മേഖല പാരാമെഡിക്കൽ മേഖലയാണ്. ഒരുപക്ഷെ നമ്മൾ സയൻസിന്റെ മേഖല പറയുന്ന സമയത്ത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളെ പറ്റിയും ഡിപ്ലോമ കോഴ്സുകളെ പറ്റി പറയും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സുകളാണ്. അതായത് പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന കോഴ്സാണ്. ഒരു ഹയർ സ്റ്റഡി ഓപ്ഷൻ പിന്നീട് പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചിറങ്ങിയാൽ ആ മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുക എന്നൊരു മാത്രമേ പറ്റുള്ളൂ. ഹയർ സ്റ്റഡി ഓപ്ഷൻ പോസിബിൾ അല്ല. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് LBS സെന്റർ ആണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക, അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത്. നമ്മൾ +2 റിസൾട്ട് ഒക്കെ വന്ന ശേഷം LBS ആപ്ലിക്കേഷൻ വിളിക്കും. ആദ്യം വിളിക്കുന്ന ഡിഗ്രി കോഴ്സുകളാണ്, അതിനുശേഷമാണ് ഡിപ്ലോമ കോഴ്സുകൾ വിളിക്കാറുള്ളത്. ഏകദേശം 16ഓളം കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഡിപ്ലോമ ഇൻ ഫാർമസി DPharm എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഫാർമസിസ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആണ്. അവിടെ ഈ പാരാമെഡിക്കൽ കോഴ്സുകളുടെ പ്രത്യേകത ഗവൺമെന്റ് സീറ്റുകളിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നിങ്ങൾ +2 പഠിക്കേണ്ടത്. +2 ആണ് എലിജിബിലിറ്റി വരുന്നത്. അതേസമയം DPharm കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയാലും മതി എന്നുള്ളൊരു കാര്യമുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ പോലുള്ള പോസ്റ്റുകളിലേക്കൊക്കെ പോകാൻ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ +2 മാർക്കിന്റെ ബേസിൽ പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഏകദേശം ജൂലൈ ഓഗസ്റ്റോടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക. അവിടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് LBS സെന്ററിന്റെ സൈറ്റിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ജനറൽ നേഴ്സിംഗ്, അത് GNM, INM പോലുള്ള കോഴ്സുകളൊക്കെയും +2 മാർക്കിന്റെ ബേസിലാണ് നമുക്ക് കേരളത്തിലുള്ളത്. നമുക്കറിയാം നേഴ്സിംഗ് മേഖലയിലൊക്കെ ഒരുപാട് അവസരങ്ങൾ കേരളത്തിന് പുറത്തും കേരളത്തിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും അറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ബേസിക് നീഡിന് വേണ്ടി അവർ സമരം ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഹെൽത്ത് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു മേഖലയാണ് നേഴ്സിംഗ് മേഖല എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ജനറൽ നേഴ്സിംഗിന് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 40% മാർക്കാണ് വേണ്ടത്. 3.5 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഏകദേശം 200-ന് മേലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കേരളത്തിലുണ്ട്. 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളാണുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ www.dhs, അതായത് നമ്മുടെ ഹെൽത്ത് dhs.kerala.gov.in, ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ആണ്. പാരാമെഡിക്കൽ പറഞ്ഞു, അതിനുശേഷം ഞാൻ നഴ്സിംഗ് പറഞ്ഞു, വരുന്ന ഫാർമസിസ്റ്റ് ആണ്. ഹോമിയോ ഫാർമസിസ്റ്റ് ആവുക അല്ലെങ്കിൽ ആയുർവേദ. സർക്കാരിന്റെ ഒക്കെ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലുമാണെന്ന് തോന്നുന്നു, എല്ലാ പഞ്ചായത്തുകളിലോ ജില്ലാ പഞ്ചായത്തോ ആ ഒരു രീതിയിലേക്ക് ഫാർമസി, ഹോമിയോ ഡിസ്പെൻസറികളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്, ഫാർമസിസ്റ്റുകളുടെ ആവശ്യമുണ്ട്, ഹോമിയോ ഫാർമസിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കണം, ഹോമിയോ ഫാർമസിസ്റ്റ് ആവാൻ +2 പഠിക്കേണ്ട കാര്യമില്ല, SSLC ആണ് എലിജിബിലിറ്റി. നമ്മുടെ കോഴിക്കോടും തിരുവനന്തപുരത്തുള്ള ഫാർമസി ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, അത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. പ്യുവർലി നിങ്ങളുടെ SSLC മാർക്കിന്റെ ബേസിലാണ്, മെറിറ്റ് ബേസ് ആണ് എന്ത് വരുന്നത്, ഈ ഒരു കോഴ്സ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. മറ്റൊരെണ്ണം ആയുർവേദ ഫാർമസിയാണ്. അപ്പൊ അവിടെയും എലിജിബിലിറ്റി SSLC തന്നെയാണ്. ആയുർവേദ ഫാർമസി, അവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 1 വർഷത്തെ കോഴ്സ് തന്നെയാണ് വരുന്നത്. ഇവിടെ ആയുർവേദിക് എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, കണ്ണൂർ,
ആയുർവേദ കോളേജുകളിലും അതുപോലെ തന്നെ കോട്ടയ്ക്കലുള്ള PVS ആയുർവേദ കോളേജിലും ഈ ഒരു ഫാർമസിസ്റ്റ് ഗവൺമെന്റ് സീറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. 1 ഇയർ കോഴ്സ് ആണ്. ഇവിടെയും SSLC മാർക്കിന്റെ ബേസിലാണ് അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ്. ഇപ്പൊ നമുക്കറിയാം ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെയും അതുപോലെ തന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയും എന്താണ് പഞ്ചകർമ്മ, അതുപോലെ തന്നെ സ്പാ തെറാപ്പി, ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സ്, തെറാപ്പിസ്റ്റ് പോലുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ കരിയറുകളൊക്കെയും നമുക്കുണ്ട്. അപ്പം ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, +2 ആണ് എലിജിബിലിറ്റി. അതേസമയം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് SSLC ആണ് എലിജിബിലിറ്റി വരുന്നത്. അപ്പൊ ആയുർവേദ എഡ്യൂക്കേഷന്റെ കീഴിൽ തന്നെ വരുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം കോഴ്സുകൾ പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്കറിയാം ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെയും അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ടൊക്കെയും ഒരുപാട് തൊഴിലവസരങ്ങൾ, ഒരുപാട് അല്ലെ, നമ്മുടെ ഫുഡിന്റെ ഒരു കൾച്ചറൊക്കെ മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തേക്ക് പോവുകയും ഫുഡ് കഴിക്കുകയും അതുപോലെ തന്നെ പുറത്ത് താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാക്ക് ചെയ്ത ഫുഡുകൾ അതുപോലെ തന്നെ ബേക്ക് ചെയ്ത ഫുഡുകളൊക്കെയും എന്താണ് ഇപ്പം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അവിടെ പ്രധാനമായിട്ടും ഒരു 1 ഇയർ പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. +2 എലിജിബിലിറ്റിയിലാണ് വരുന്നത്. അതിൽ ആ ഒരു വർഷത്തെ 12 മാസത്തിൽ 9 മാസവും കോഴ്സും 3 മാസം ട്രെയിനിങ്ങുമായിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 13 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അതിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൊടുപുഴ, ചേർത്തല, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, പെരിന്തൽമണ്ണ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, ഉദുമ, ഇവിടെയൊക്കെയും ഈ ഒരു സ്ഥാപനം ഏകദേശം എല്ലാ ജില്ലകളിലും ഓരോ സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ അവൈലബിൾ ആണ്. 6 കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 3 കോഴ്സുകൾ ഫുഡിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഫുഡ് പ്രൊഡക്ഷൻ, ബേക്കറി ആൻഡ് കൺഫെക്ഷനറി, കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ, എങ്ങനെ ഫുഡിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബേക്കറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ എങ്ങനെയാണ് ഫുഡിന്റെ പ്രൊഡക്ഷൻ. മൂന്നാമത്തെ കാനിങ് ആൻഡ് പ്രിസർവേഷൻ, എങ്ങനെയാണ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കേടുകൂടാതെ സൂക്ഷിക്കുക അല്ലെങ്കിൽ പാക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ 3 കോഴ്സുകൾ. അടുത്ത 3 കോഴ്സുകൾ വരുന്നത് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. ഇത്തരത്തിൽ 6 കോഴ്സുകളാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മള് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു മേഖലയാണ്. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റിന് അത്രത്തോളം വാലിഡിറ്റി ഉണ്ട്. പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ല് ഈ ഒരു മേഖലയിലാണ് എങ്കിൽ ഈ ഒരു മേഖലയിൽ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. ഏകദേശം മെയ് മാസത്തോടെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യാറുണ്ട്. ചെറിയ ഫീസേ വരുന്നുള്ളൂ, വലിയൊരു ഫീസൊന്നും വരാതെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്രൂയിസറുകൾ, അതുപോലെ ഷിപ്പുകളിലൊക്കെയും അവസരങ്ങൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ 2 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കോഴിക്കോടുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന വരക്കൽ ബീച്ചിനടുത്തുള്ള ഒരു സ്ഥാപനമാണ്. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ബേക്കറി, കൺഫെക്ഷനറി തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ, ഇത്തരത്തിലുള്ള കോഴ്സുകൾ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന JEE NCHM സിറ്റിയുടെ കീഴിൽ വരുന്ന ഡിഗ്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീമിയം സ്ഥാപനമാണ്. അപ്പൊ അവര് തന്നെ അവരുടെ ഷോർട്ട് ടൈം കോഴ്സുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം വലിയൊരു സ്ഥാപനത്തിൽ വരുന്ന ഡിഗ്രി കോഴ്സ് അല്ലാതെ +2 ശേഷം പോകാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പം ഇതൊക്കെയും നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നൊരു മേഖലയാണ്. അതുപോലെ തന്നെ അടുത്ത സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോവളത്താണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസ് വഴി ഡിഗ്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന JEE എൻട്രൻസ് വഴി നമുക്ക് ഡിഗ്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ +2 എലിജിബിലിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രത്തോളം വലിയ വലിയ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അത്രത്തോളം എന്താ പറയാ സാധ്യതകളുള്ള ഒരു മേഖലയാണ്, സാധ്യതകളുള്ള സ്ഥാപനങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
അപ്പൊ ഇവിടെയൊക്കെ ഓരോന്നിന്റെ വെബ്സൈറ്റ് അഡ്രസ്സുകൾ ഞാൻ തന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴിക്കോട് ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏവിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മേഖലകളാണ്. ഇത്തരം മേഖലകളിലൊക്കെയും നമുക്ക് എന്താ പറയാ കോഴ്സുകളെ പറ്റി പറയാൻ ഒരുപാട് സ്ഥാപനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല ഗവൺമെന്റ് മേഖലയിൽ. ഇത്തരം മേഖലയിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് ആണ്, കിറ്റ്സ് ആണ്. ആ കിറ്റ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഷോർട്ട് ടൈം കോഴ്സുകളെ ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ കോഴ്സാണ് ലോജിസ്റ്റിക്സ് മേഖലയിൽ. ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻസ്, അതുപോലെ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, ഇതൊക്കെ SSLC എലിജിബിലിറ്റിയിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. ഈ മേഖലയിലൊക്കെയും താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ വഴി ഒരു കരിയറിലേക്ക് എത്തിപ്പെടുകയും അവരുടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ എത്തിപ്പെടാനുള്ള അവസരമുണ്ട്. ദെൻ ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഗേൾസിന് മാത്രമായിട്ട് ഡിപ്ലോമ ഇൻ മൾട്ടി സ്കിൽഡ് ഹോസ്പിറ്റാലിറ്റി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കോഴ്സുകളൊക്കെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകൾ കിറ്റ്സ് നമുക്കറിയാം പ്രധാനമായിട്ടും BBA പോലുള്ള MBA പോലുള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അവരുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന SSLC +2 എലിജിബിലിറ്റിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഷോർട്ട് ടൈം കോഴ്സുകളെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെൻഷൻ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏവിയേഷൻ മേഖല പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം മേഖലയിലെ കോഴ്സുകളെ നമ്മൾ ചെയ്യുമ്പോൾ അയാട്ട സർട്ടിഫൈഡ് കോഴ്സുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സാധ്യതകൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഈ മേഖലയിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധ്യതകളെ ഞാൻ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട്, കാർഗോ, സിവിൽ ഏവിയേഷൻ, കോർപ്പറേറ്റ് ഗ്രൗണ്ട് സർവീസ്, ട്രാവൽ ഏജൻസി, എയർ നാവിഗേഷൻ സർവീസ് തുടങ്ങിയ മേഖലയിലൊക്കെയും സാധ്യതകളുണ്ട്. അപ്പം ഇത്തരം മേഖലകളിലേക്കൊക്കെയും നിങ്ങൾ പോകുമ്പോൾ അയാട്ട സർട്ടിഫൈഡ് കോഴ്സുകൾക്കാണ് നമുക്ക് ഒരു കരിയറിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതിന്റെ ഒരു വാലിഡിറ്റി നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം സിഫ്നെറ്റ് ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ്, നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രീമിയർ സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. 3 സെന്ററുകളാണുള്ളത്. അതിൽ കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം. ഇവിടെ പ്രധാനപ്പെട്ട 2 കോഴ്സുകൾ, ട്രേഡ് കോഴ്സുകൾ, വെസൽ നാവിഗേറ്റർ, മറൈൻ ഫിറ്റർ എന്ന് പറയുന്നതാണ്. വെസൽ നാവിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വെസല് ആധുനിക രീതിയിൽ നമ്മൾ പ്രവർത്തിപ്പിച്ച് ഫിഷിംഗ് നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മറൈൻ ഫിറ്റർ, അങ്ങനെയുള്ള വെസലുകളുടെ കംപ്ലൈന്റുകളൊക്കെ എങ്ങനെ പരിഹരിക്കാം. 2 വർഷത്തെ കോഴ്സാണ്. SSLC ആണ് എലിജിബിലിറ്റി വരുന്നത്. പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ആ മേഖലയിൽ ആ മേഖലയിലുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ജനറൽ മാത്സ്, അതുപോലെ തന്നെ സയൻസ്, ഇംഗ്ലീഷ് ഒക്കെയാണ് വരുന്നത്. പിന്നെ സെന്റർ കൊച്ചിയിലാണ്. 2 വർഷത്തെ കോഴ്സാണ് ഞാൻ പറഞ്ഞു. എല്ലാ മാസവും 1500 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട് അവർക്ക് കിട്ടും. അപ്പം സിഫ്നെറ്റിന്റെ സൈറ്റിൽ താല്പര്യമുള്ള ആളുകൾ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം സിപ്പറ്റ് ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, സിപ്പറ്റ്. പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് എന്നൊക്കെയായിരുന്നു പഴയ പേര്. അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. 27 ക്യാമ്പസുകളാണുള്ളത്. അതിലൊന്ന് നമ്മുടെ കൊച്ചിയിലാണുള്ളത്. ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾ ടെക്നോളജി, അതുപോലെ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി, 2 കോഴ്സുകളാണ്. 3 വർഷത്തെ കോഴ്സാണ്. നമുക്കറിയാം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമറുമായി ബന്ധപ്പെട്ട് ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ ഈ ഒരു കോഴ്സൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. 3 ഇയർ കോഴ്സാണ്. 100% പ്ലേസ്മെന്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അവിടെ ഒരു എൻട്രൻസ് ഓൾ ഇന്ത്യ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ SSLC ആണ് എലിജിബിലിറ്റി എന്നാൽ കൂടിയും ഒരു സെലക്ഷൻ എക്സാം, JEE എക്സാമിനേഷൻ, സിപ്പറ്റിന്റെ എക്സാമിനേഷൻ ഉണ്ട്. ഇതിന്റെയൊക്കെ ശേഷമാണ് ആ ഒരു എൻട്രൻസിന്റെ ഒക്കെ ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പൊ ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ സിപ്പറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് sippet.gov.in സെർച്ച് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 3 വർഷത്തെ കോഴ്സാണ്. നമ്മുടെ പോളിടെക്നിക്ക് പോലെ തന്നെ 3 വർഷത്തെ കോഴ്സാണുള്ളത്. ഈ സിപ്പറ്റിന് ഒരു പ്രത്യേകത, +2 സയൻസ് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ VHSC കഴിഞ്ഞ ആളുകൾക്ക് ലാറ്ററൽ എൻട്രി ഉണ്ട്. ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ 3 വർഷത്തെ കോഴ്സിന്റെ 2ാം വർഷത്തിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഒരു അവസരമുണ്ട്. കുറച്ച് സീറ്റുകളെ ഉണ്ടാവുള്ളൂ. എൻട്രൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് അഡ്മിഷൻ ആണ്, മെറിറ്റിന്റെ ബേസിലാണ് വരുന്നത്. ഇപ്പൊ ലാറ്ററൽ എൻട്രി സ്കീം ശ്രദ്ധിക്കുക. പോളിടെക്നിക്കിന് നമുക്ക് കേരളത്തിലുണ്ട്, സിപ്പറ്റിനും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, കൊച്ചിയിലുള്ള SDI ആണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, IT ഒക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പൊ IT പഠിച്ചിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു 4 കോഴ്സുകൾ ഏകദേശം ഒരു വർഷം മുമ്പ് അവർ അവകാശപ്പെട്ടത് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയ മുഴുവൻ ആളുകൾക്ക് അവർ തന്നെ പ്ലേസ്മെന്റ് കൊടുത്തു എന്നുള്ള. അപ്പം 6 മാസത്തെ കോഴ്സുകളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ വെൽഡർ, ഫിറ്റർ, ഫാബ്രിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, പ്രോസസ് ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റർ തുടങ്ങിയ കോഴ്സുകളാണ് പ്രധാനമായിട്ടും. ഇത്തരം കോഴ്സുകളൊക്കെയും ഞാൻ പറഞ്ഞു വരുന്ന സ്കിൽഡ് കോഴ്സുകളാണ്. IT പഠിച്ച ശേഷം ഇത്തരത്തിലുള്ള കോഴ്സുകളും കൂടെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ആ ഒരു മേഖലയിൽ കുറച്ചുകൂടെ വൈദഗ്ധ്യം നേടിയ ആളുകളെ സംബന്ധിച്ച്, കൂടുതൽ സ്കിൽഡ് ആയ ആളുകളെ സംബന്ധിച്ച് കൂടുതൽ അവസരങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം കോഴിക്കോടുള്ള നീലിറ്റ് ആണ്. നീലിറ്റ് എന്ന് പറയുന്ന സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. നീലിറ്റ് ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ ഫ്രീ ആയിട്ടും ചെറിയ ഫീസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള സോളാർ പവർ സിസ്റ്റം അല്ലെങ്കിൽ സോളാർ പവർ ഇൻസ്റ്റലേഷൻ തുടങ്ങി ഈ മേഖലയിലൊക്കെയും ഒരുപാട് കോഴ്സുകളുണ്ട്. ഇത്തരം മേഖലകൾക്ക് താല്പര്യമുള്ള ആളുകളുണ്ടാവും, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഇത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുക, നീലിറ്റിന്റെ സൈറ്റിൽ നിങ്ങളൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇത്തരം യൂണിവേഴ്സിറ്റികളിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്കോ ടൂറിസം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തുടങ്ങി ഒരുപാട് കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലും അവൈലബിൾ ആണ്. ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എന്താണ് പറയാ 1 ഇയർ പ്രോഗ്രാമിന്റെ ഒരു പരസ്യം ഞാനവിടെ വന്നത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്, ഡിഗ്രിക്ക് ശേഷം പോകാൻ പറ്റുന്ന കോഴ്സുകളാണ്. അതേസമയം MG യൂണിവേഴ്സിറ്റി എന്താണ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിൽ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും PG മാത്രമൊന്നുമല്ല, ഞാൻ ഈ പറയുന്ന നമ്മുടെ സെഷൻ 10ാം ക്ലാസ് +2 എലിജിബിലിറ്റി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറഞ്ഞത്. കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളൊക്കെയും 10, +2 എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഡിഗ്രി, ഇത്തരത്തിലുള്ള പല എലിജിബിലിറ്റീസ് ഉള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സൈറ്റുകളൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയെന്ന് സെലക്ട് ചെയ്യും. അതേപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുകയും ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. ദെൻ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടൊക്കെയും FACT, ഉദ്യോഗമണ്ഡലിലുള്ള ആലുവയിലുള്ള FACT പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് എന്ന് പറയുന്നത്. 1 ഇയർ കോഴ്സ് ആണുള്ളത്. അവിടെ റിട്ടേൺ എക്സാമിനേഷനും ഫിസിക്കലി ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന്. എലിജിബിലിറ്റി പറയുന്നത് +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആളുകൾക്കാണ് അവസരം. ഈ കോഴ്സൊക്കെയും ഒരുപാട് അവസരങ്ങൾ വരുന്ന ഒരു കോഴ്സാണ്. അതേപോലെ തന്നെ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേഷൻ FACT തന്നെ വരുന്ന മറ്റൊരു കോഴ്സാണ്. ഇവിടെ SSLC, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. എക്സവേറ്റർ, അതുപോലെ ഫ്രണ്ട് എൻഡ് ലോഡർ, ക്രെയിന്, ഫോർക്ക് ലിഫ്റ്റ് പോലുള്ള വലിയ വലിയ മെഷീനറീസിന്റെ അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ, ഇത്തരത്തിലുള്ള എന്താ പറയാ, ചില ആളുകൾക്ക് ഇത്തരത്തിലെ കോഴ്സുകളെ പറ്റി ഭയങ്കര ക്രേസ് ആയിരിക്കും, താല്പര്യമുള്ള ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യണം, ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്തരം ഒരു സർട്ടിഫിക്കേഷനിലേക്ക് എത്താം എന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങൾ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മേഖലയാണ്. കോപ്പറേറ്റീവ് മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. കോപ്പറേറ്റീവ് മേഖലയിൽ ഒരുപാട് സൊസൈറ്റികളുണ്ട്, ബാങ്കുകളുണ്ട്. ഇത്തരം മേഖലകളിലേക്കൊക്കെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള ഒരു കോഴ്സിന്റെ പേരാണ് JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. SSLC ആണ് എലിജിബിലിറ്റി. 10 മാസത്തെ കോഴ്സാണ്. 8 മാസം കോഴ്സും 2 മാസത്തെ ട്രെയിനിങ്ങും അടക്കം 10 മാസത്തെ കോഴ്സായിട്ടാണ് ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് JDC, നമുക്ക് HDC കോഴ്സിനെ പറ്റി അറിയാം, ഹയർ ലെവലിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഞാൻ പറഞ്ഞ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് JDCയെ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെന്റർ, ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. പാർട്ടിസിന്റെ ഡിസൈനിങ്, റീറ്റെയിലിംഗ്, മാനുഫാക്ചറിങ് തുടങ്ങിയ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെന്റർ. ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ, 6 മാസത്തെ, 1 ഇയർ
ഡിഗ്രി കോഴ്സുകളൊക്കെയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് കണ്ണൂരും തിരുവനന്തപുരത്തുമാണ്. അതുപോലെ തന്നെ കൊല്ലം, കൊച്ചി, മലപ്പുറത്തൊക്കെ അതിന്റെ സബ് സെന്ററുകളുണ്ട്. അപ്പൊ ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, atdcindia.co.in എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നൊരു മറ്റൊരു സ്ഥാപനം ഹാൻഡ്ലൂം ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയാണ്. കണ്ണൂരാണ് സ്ഥാപനം. ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനം, ഈ ഒരു അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെന്റർ സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്നോളജി കണ്ണൂർ വരുന്നത് കേരള സ്റ്റേറ്റിന്റെ കീഴിലാണ്. ഇവിടെയും ഹാൻഡ്ലൂമുമായി ബന്ധപ്പെട്ട്, ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട്, ഫാഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇത്തരം മേഖലകളിലൊക്കെയും പോകുന്ന ആളുകളെ സംബന്ധിച്ച് ആ ഒരു ടെക്സ്റ്റൈൽ മേഖലയിൽ അല്ലെങ്കിൽ ടൈലറിംഗ് നോളജ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചാണ് ഇത്തരം കോഴ്സുകൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക, കുറച്ചും കൂടെ അവർക്ക് സാധ്യതകളുള്ളത്. ഇനി ഇത്തരം കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങിയാൽ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എന്താണ്, സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകളാണ് നോർമലി ഈ ഇത്തരം കോഴ്സുകളിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നമുക്കുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത അല്ലെങ്കിൽ റെയർ ആയിട്ട് പോകാൻ പറ്റുന്ന ടെക്സ്റ്റൈൽ ടെക്നോളജി ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന ഒരു മേഖലയാണ്. പക്ഷേ നമുക്ക് എന്താണ്, ഈ ഒരു മേഖലയിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ പോളിടെക്നിക്കുകളിൽ പഠിക്കാൻ പറ്റും. സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കൊരട്ടി, അതുപോലെ തന്നെ കണ്ണൂർ. ഈ 3 ഗവൺമെന്റ് പോളിടെക്നിക്കുകള് 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കാം. അതുപോലെ പ്രിന്റിംഗ് ടെക്നോളജി മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് ഡിജിറ്റലൈസേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, എന്നാൽ പോലും പ്രിന്റിംഗിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമേ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ളൂ. അത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ഷൊർണൂരാണ്. ഇതൊക്കെ റെയർ ആയിട്ട് ചില ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന, താല്പര്യമുള്ള, പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. പിന്നെ ലെതർ ടെക്നോളജി, അതുപോലെ തന്നെ ഫുട്വെയർ ടെക്നോളജി, ഇതൊക്കെ നമുക്ക് ഈ മേഖലയിൽ ഒരുപാട് അവസരങ്ങളുള്ള ഒരു മേഖലയാണ്. ലെതർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CLRI ചെന്നൈയിലുള്ള സ്ഥാപനമാണ്. അവിടെ ലെതർ പ്രോസസ്സിങ്ങിന്റെ, അതുപോലെ തന്നെ ലെതർ ഗുഡ്സ്, ലെതർ ഗാർമെന്റ്സിന്റെ ഒക്കെ ഡിപ്ലോമ പ്രോഗ്രാമുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. +2 ആണ് എലിജിബിലിറ്റി വരുന്നത്. ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് പ്രീമിയർ സ്ഥാപനമാണ്. ഈ കോഴ്സ് മാത്രമൊന്നുമല്ല അവിടെയുള്ളത്. അവിടെ ഡിഗ്രി ലെവലിൽ, PG ലെവലിൽ, അപ് ടു റിസർച്ച് ലെവലിലൊക്കെയും ലെതറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന സ്ഥാപനമാണ് CLRI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുട്വെയർ ടെക്നോളജി, അപ്പം ഫുട്വെയറുമായി ബന്ധപ്പെട്ട അതിന്റെ ഡിസൈനിങ്, അതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെയും അതും എല്ലാ മേഖലയിലും +2, അതുപോലെ തന്നെ ഡിഗ്രി, PG, ഹയർ ലെവലിലേക്കൊക്കെ നമുക്ക് പോകത്തക്ക രീതിയിലേക്കുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മളിവിടെ +2 എലിജിബിലിറ്റി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഡിപ്ലോമ കോഴ്സ്, അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ട് ഫുട്വെയർ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം CFT ആണ്, സെൻട്രൽ ഫുട്വെയർ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്ര. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ CLRI എന്ന് പറയുന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലുള്ള CFTI. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രീമിയർ സ്ഥാപനങ്ങൾ നമുക്ക് ഫുട്വെയർ ടെക്നോളജി കോഴ്സ് +2 ശേഷം +2 എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈബ്രറി സയൻസ് മറ്റൊരു മേഖലയാണ്. നമുക്കറിയാം, ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയിലായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എന്താണ്, ഡിഗ്രി ലെവലിലും ഹയർ ലെവലിലൊക്കെ കോഴ്സുകളുണ്ട്. അതേസമയം നമ്മുടെ സെൻട്രൽ ലൈബ്രറി, തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ലൈബ്രറി 6 മാസത്തെ ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് സെക്കൻഡറി SSLC എലിജിബിലിറ്റിയിൽ എന്ത് വരുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ്, സ്ഥാപനങ്ങളാണ്. ഇനി നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെയും ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങാൻ, അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ നമുക്ക് പഠിച്ചിറങ്ങാൻ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള, എന്നാൽ ചെറിയ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്ന് LBS ആണ്. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഒരുപാട് കോഴ്സുകൾ DCA, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഒരുപാട് കോഴ്സുകൾ, ഏകദേശം 68ഓളം കോഴ്സുകൾ LBS നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LBS സെന്ററിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സെന്റർ എവിടെയാണെന്നും ആ സെന്ററിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം കെൽട്രോൺ ആണ്. കെൽട്രോൺ നോളജ് സെന്റർ എന്നാണ് പറയുന്നത്.
നമുക്കറിയാം ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ മേഖലയിൽ ഇത്രത്തോളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം നമുക്കില്ല. അപ്പം അത്തരത്തിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കെൽട്രോൺ എന്നുള്ളത്. ഇതും നമ്മുടെ നാട്ടിലൊക്കെയും സെന്ററുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഇത്തരം കെൽട്രോണിന്റെ സെന്ററുകളിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ഒന്ന് കോൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മുടെ കരിയറൊക്കെ അവരൊന്ന് നോക്കി നമുക്ക് പറ്റുന്ന കോഴ്സുകളെ അവർ സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് കോഴ്സുകൾ ഈ മേഖലയിലുണ്ട്. ഇവിടെ 1-2 കോഴ്സുകളെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഫൈബർ ഒപ്റ്റിക് ടെക്നോളജി, ഇത് പത്രത്തിൽ വന്നൊരു പരസ്യമാണ്. 3 മാസത്തെ ഒരു കോഴ്സാണ് SSLC എലിജിബിലിറ്റി. അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. SSLC, +2, ITI, ഡിഗ്രി, ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി അനുസരിച്ച് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കെൽട്രോൺ. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കെൽട്രോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതാത് കാലഘട്ടങ്ങളിൽ അവര് ഇത്തരം കോഴ്സുകളെ അവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി ഈ കെൽട്രോണിന്റെ LBSന്റെ ഒക്കെ ഒരു പ്രത്യേകത, അവരുടെ ചില കോഴ്സുകൾക്ക് PSC അംഗീകാരമുള്ള കോഴ്സുകളാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്കത് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഗവൺമെന്റ് ജോലിയിലേക്ക് അടക്കം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കോഴ്സുകൾ, അംഗീകാരമുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം സിയാപ്റ്റ് ആണ്. കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്, സിയാപ്റ്റ് എന്നാണ് പറയുന്നത്. സിയാപ്റ്റിൽ ഒരുപാട് കോഴ്സുകൾ, അവിടെ മൾട്ടിമീഡിയ അക്കാദമിയിൽ മൾട്ടിമീഡിയ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ, പ്രിന്റിംഗ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രിന്റിംഗ് കോഴ്സുകൾ വളരെ റെയർ ആണ്. പക്ഷെ സിയാപ്റ്റിന്റെ സെന്ററിൽ പ്രിന്റിംഗ് കോഴ്സുകൾ, 1 ഇയർ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരുടെ മൾട്ടിമീഡിയ അക്കാദമിയിൽ ഒരുപാട് ടെക്നിക്കൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് വലിയ വലിയ കോഴ്സുകളൊന്നും പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു CCTV റിപ്പയറിംഗ്, ലാപ്ടോപ്പ് സർവീസിംഗ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, മൊബൈൽ സർവീസിംഗ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നമുക്കൊരു കരിയറിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻകത്തിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന കോഴ്സുകളാണ്. അപ്പൊ അവിടെയൊക്കെ പ്രധാനം നമ്മുടെ സ്കില്ലാണ്. ഇത്തരത്തിലേക്ക് നമ്മളെ സ്കിൽഡ് ആക്കത്തക്ക രീതിയിലേക്ക്, എന്നാൽ വലിയൊരു ഫീസ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ പഠിക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. സിയാപ്റ്റിന്റെ ഒക്കെ സെന്ററുകൾ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം കേരള മീഡിയ അക്കാദമിയാണ്, തിരുവനന്തപുരത്താണ്. അവിടെ വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഫോട്ടോ ജേർണലിസം. നമുക്കറിയാം വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ അത്രത്തോളം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ മിക്സിംഗ്, ഇത്തരം കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇത്തരത്തിലൊക്കെയും +2 ശേഷം 6 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തേക്ക് ഒരു കോഴ്സ്, ആ മേഖലയിൽ പാഷനുള്ള ആളുകൾക്ക് ഒരുപാട് ഇൻകം അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗുഡ് ഫ്യൂച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇത്തരം കോഴ്സുകളെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ സ്കില്ലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി 10ാം ക്ലാസ് +2 എലിജിബിലിറ്റി എന്നല്ല പറയുന്നത്. നമ്മുടെ സർക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് മേഖലയിലുള്ള ആളുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ ഈ തരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ അവരോടൊക്കെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തുടർ പഠനം ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ മേഖലയിൽ തുടർ പഠനം സാധ്യമാകുന്ന രീതിയിലേക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിടെക്നിക് കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെയാണ് ഇതിന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത്. ആർക്ക് പഠിക്കാം, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇവിടെ ഏജ് ലിമിറ്റോ എലിജിബിലിറ്റി ഒന്നുമില്ല. ഇനി ചില കോഴ്സുകൾക്ക് എലിജിബിലിറ്റി ഉണ്ട്, ചില കോഴ്സുകൾക്ക് എലിജിബിലിറ്റി ഇല്ല. അപ്പം അത്തരത്തിൽ ആർക്കും ഏത് കോഴ്സും പഠിച്ച് സ്കിൽഡ് ആവത്തക്ക രീതിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേരള സർക്കാരിന്റെ ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതി, അതാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. ഇവിടെ കോഴിക്കോട് 1-2 പരസ്യങ്ങൾ പറയാം. അതിലൊന്ന് കോഴിക്കോട് പ്രൊവിഡൻസ് വുമൻസ് കോളേജില് അവര് സ്റ്റാർട്ട് ചെയ്ത കോഴ്സുകളെ പറ്റിയുള്ള ഒരു പരസ്യമാണ് ഇവിടെ വന്നത്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1 ഇയറിൽ ഫിറ്റ്നസ് ട്രെയിനർ, അതുപോലെ ലോജിസ്റ്റിക്സ് മേഖലയിലേക്കുള്ള കോഴ്സ്. ആ രീതിയിലേക്ക് അവർ എന്ത് ചെയ്യാറുണ്ട്, ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ സാറ്റർഡേ സൺഡേ ആ രീതിയിലാണ് ഹോളിഡേ ബാച്ചുകളായിട്ടൊക്കെ ഉണ്ടാവുന്നത്. ഏതൊക്കെ കോഴ്സുകളുണ്ട്? ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ CCEKയുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജില്ല, നമ്മുടെ
സ്ഥലം നമ്മളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എവിടെയാണ് അത് കോഴ്സ് ഉള്ളതെന്നും ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്നും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. അതില് ആ റെഡിൽ വെച്ചിട്ടുള്ള കോഴ്സുകൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഓയിൽ ഗ്യാസ് പ്ലാന്റ് ഓപ്പറേഷൻ, നമുക്കറിയാം പ്രത്യേകിച്ച് ഓയിൽ റിഫൈനറീസിലൊക്കെ ഒരുപാട് അവസരങ്ങൾ തരുന്ന ഒരു കോഴ്സാണ്. ദെൻ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈൻ, ദെൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പണ്ടത്തെ ഒരു സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു ഫംഗ്ഷൻ എത്രത്തോളം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ, എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ഏജ് ലിമിറ്റും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ്. ദെൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രിക് വയറിംഗ്, അല്ലെ, വയറിംഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞ IT-യിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അതേസമയം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്തരത്തിലേക്ക് ഇനി പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സോളാർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കോളേജുകളിൽ നമ്മുടെ സർക്കാരിന്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനും ഒരു എന്താ പറയാ NSDCയുടെ സർട്ടിഫിക്കറ്റോടെ നിങ്ങൾക്ക് എന്താണ് ഒരു കരിയറിലേക്ക് എത്തത്തക്ക രീതിയിലേക്കുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. SSLC എലിജിബിലിറ്റി, +2 ഡിഗ്രി, 3 രീതിയിലുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ ഇതൊക്കെയും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ ഫീസിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് എന്താണ് സാധ്യമാകും എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നുള്ളത്. ഓയിൽ ഗ്യാസ് ടെക്നോളജി കോഴ്സ് ഗവൺമെന്റ് ITI കോളേജിലാണ് +2 അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ BTech കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഈ കോഴ്സ് പഠിക്കാം. 1 ഇയർ കോഴ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി. അതേസമയം പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഓയിൽ ഗ്യാസ് പ്ലാന്റ് ഓപ്പറേഷൻ 1 ഇയർ കോഴ്സ് ആണ്. 10ാം ക്ലാസ് ആണ് എലിജിബിലിറ്റി വരുന്നത്. ഈ രീതിയിലേക്ക് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനെ നിങ്ങളൊന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്റെ നാട്ടിൽ ഇവിടെ CKG കോളേജിൽ അവർ ആപ്ലിക്കേഷൻ വിളിച്ച ഇത് ഫിറ്റ്നസ് ട്രെയിനറിന്റെ കോഴ്സ് ആയിരുന്നു. അവർ ഓരോ സമയത്തും അതിനനുസരിച്ചുള്ള കോഴ്സുകളെയാണ് അവർ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യാറുള്ളത്. മറ്റൊരു ഇത്തരത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ASAP ആണ്, അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാമാണ്. ഏകദേശം 16ഓളം സ്കിൽ സെക്ടേഴ്സിൽ 55ഓളം സ്കിൽ കോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ASAP പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെയും ASAPന്റെ സ്കിൽ സെന്ററുകളുണ്ട്. ഇതൊക്കെയും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മേഖലകൾ മാത്രമാണ്. ഓരോ മേഖലയിലും ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായിട്ടും കുറച്ച് കോഴ്സുകളെ ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ്, സ്മോൾ കാറ്റഗറി. നമുക്കറിയാം അഗ്രികൾച്ചർ കോഴ്സുകളൊന്നും ഡ്രോൺ പൈലറ്റിംഗ് ഒന്നും നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല, ലൈസൻസിങ് വേണം. അത്തരത്തിൽ 3D അനിമേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, AI മെഷീൻ ലേണിംഗ് ഡെവലപ്പർ, എല്ലാ തരത്തിലുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. ഞാൻ ഈ തന്നിരിക്കുന്ന ഈ പറയുന്ന ഇത്തരം മേഖലകളിലൊക്കെയും ഉള്ള ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലെ ASAPന്റെ സ്കിൽ സെന്റർ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഏത് സെന്ററിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ASAPന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡ്രോൺ ടെക്നോളജി ആണ്. സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന കോഴ്സ് 5 ഡേ കോഴ്സാണ്, 30 അവർ കോഴ്സാണ്. എങ്ങനെയാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എടുക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ച് സർട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾ എത്തിക്കും. അത്തരത്തിലേക്കൊക്കെയും നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ അതിനെ ഒരു കരിയറിലേക്ക് എത്തിപ്പിക്കുകയും നമുക്കൊരു പാഷനേറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ASAPുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നൊരു പരസ്യമാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. അവിടെ 100% സ്കോളർഷിപ്പോടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക്. ഇത്തരത്തിലൊക്കെ എന്താ പറയുക, ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ സ്കോളർഷിപ്പോടെ ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തരുന്നുണ്ട്. കാരണം ഇതൊക്കെ ഗവൺമെന്റുമായി അസോസിയേറ്റ് ചെയ്ത ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെയാണ്. വെഹിക്കിൾ ഇൻസ്പെക്ടർ ടെക്നീഷ്യൻ കോഴ്സ് തവനൂരുള്ള സ്കിൽ പാർക്കിലാണ് അവർ ആപ്ലിക്കേഷൻ വിളിച്ചത്. SC/ST വിഭാഗക്കാർക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കിൻഫ്ര പാർക്കിൽ കമ്മ്യൂണിറ്റി സ്കിൽ സെന്ററിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നോളജി. ഇത്തരത്തിലൊക്കെയും എന്താണ് അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്, കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കൃത്യമായിട്ട് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ ആരാണ്, എനിക്ക് ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, എൻ്റെ സ്കില്ലുകൾ എന്തൊക്കെയാണ്. ആ സ്കില്ലിന് പറ്റുന്ന കോഴ്സുകളെ നമ്മൾ മനസ്സിലാക്കുകയും അത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കാരണം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ
ചെന്നാലത്തെ മെച്ചം എന്താണ്? ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാന്നുള്ളതാണ്. എന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. സർട്ടിഫിക്കറ്റിനേക്കാൾ സ്കില്ലിനാണ് ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് വാലിഡിറ്റി എങ്കിൽ പോലും സർട്ടിഫിക്കറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പാഷനേറ്റ് ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന കോഴ്സുകളാണ് ഷോർട്ട് ടൈം കോഴ്സുകൾ എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഹീറോസ് ആണ്. ശാരീരികമായിട്ട് പരിമിതികളുള്ളവരൊക്കെ ഹീറോസ് ആണ്. ഇതിനൊക്കെ കാരണം എന്താ? അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത് അതിൽ ഫോക്കസ് ഉണ്ടാവുക. നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്യുക. ദെൻ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഷോർട്ട് ടൈം കോഴ്സിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ സ്കില്ല് അതൊരു പാഷനായി നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിനെ ഒരു പാഷനായി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഷോർട്ട് ചെയ്യാണ്. എന്തായാലും ഇത്രയും സമയം എന്നെ കേട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത സിജി, അതിലെ കോർഡിനേറ്റർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമയം എന്തായാലും കുറച്ച് പറഞ്ഞതിനേക്കാൾ കൂടിപ്പോയി. എനിവേ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു മിലിറ്റ് സാർ. പ്രിയമുള്ളവരെ, കുറച്ച് സമയം നമുക്ക് Q&A സെഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ചോദിക്കേണ്ടത്. കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. നാളെ പ്രത്യേകം ശ്രദ്ധിക്കുക, സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, എൻട്രൻസ് എക്സാംസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംവദിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ചോദിക്കരുത്, സമയമില്ല. സാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കാം. ചോദിച്ചോട്ടെ, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ബിടെക്കിന് പോകുന്നോണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഇന്റർവ്യൂവിനൊക്കെ സഹായകമാവോ? അത് എങ്ങനെ, അതിന്റെ ഒന്ന് പറയാം. പോളിടെക്നിക് പഠിച്ച ശേഷം നമ്മൾ ബിടെക്കിന് പോവാന്ന് പറയുമ്പം സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് ലാറ്ററൽ എൻട്രി വഴി പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇനി പോളിടെക്നിക് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോവാന്ന് പറയുമ്പം അവിടെ മിനിമം എലിജിബിലിറ്റി നമ്മൾ +2 കഴിയണം. പോളിടെക്നിക് +2 കഴിഞ്ഞ് പോളിടെക്നിക് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗ് പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്നാവുക നമുക്ക് എന്താണ് +2 കഴിഞ്ഞ് പോകുന്നത് തന്നെയായിരിക്കും. അത് ഇയർ നോക്കുന്ന സമയത്ത് സാർ പറഞ്ഞതുപോലെ +2 കഴിഞ്ഞ് നേരിട്ട് പോകുന്നതാണ് നല്ലത്. അതേസമയം ഒരാളിപ്പം സയൻസിൽ ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ എൻട്രൻസിനൊന്നും പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആ കേസിലൊക്കെ ചിലപ്പം കുട്ടികൾ എന്ത് ചെയ്യും, പോളിടെക്നിക്കിന് പോവും. അതിനുശേഷം ബിടെക്കിലേക്ക് മാറും. ആ സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ഈ പോളിടെക്നിക്. അപ്പം 3 ഇയർ ഡിപ്ലോമ പ്ലസ് ബിടെക് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതേസമയം മിലി സാർ പറഞ്ഞതുപോലെ ഡ്യൂറേഷന്റെ നോക്കുന്ന സമയത്ത് ചെറിയൊരു നഷ്ടം ഉണ്ടാവുന്നുണ്ട്. കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഈ ഇത് ഇന്റർവ്യൂലൊക്കെ അത് ഹെൽപ്ഫുൾ ആവുമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവര് പോളിടെക്നിക്കിൽ പഠിക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ടെക്നിക്കൽ കാര്യങ്ങൾ തന്നെയാണല്ലോ. അത് പഠിച്ചിറങ്ങിയ ഒരാള് ആ മേഖലയിൽ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗിലേക്ക് പോകുമ്പോൾ ആ ഒരു മേഖലയിൽ അയാൾ സ്കിൽഡ് ആവും, കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോ ഈ ഇന്റർവ്യൂലൊക്കെ പെർഫോമൻസിനനുസരിച്ചാണ്, അല്ലാതെ ഡിഗ്രി ഏത് സർട്ടിഫിക്കറ്റ്, മിലിറ്ററി സാർ സംസാരത്തിൽ അവസാനം സൂചിപ്പിച്ചു, അത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്ഥാപനം നോക്കി ജോലി തരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഡിഗ്രിയും സർട്ടിഫിക്കറ്റും തിരിഞ്ഞു നോക്കൂല. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനേ സഹായിക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ സ്കില്ലാണ്. അപ്പൊ ആ സ്കില്ല് അവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയുമല്ലേ എന്നുള്ളതാണ് വിഷയം. സാറ് നേരത്തെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ടോ? പോളിയില് ലാറ്ററൽ എൻട്രിയിൽ വരുന്ന +2 കഴിഞ്ഞ കുട്ടിക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ടോ പോളിയിൽ? ക്ലിയർ ആയില്ല, ചോദ്യം ക്ലിയർ ആയില്ല. അതായത് പോളിടെക്നിക്കലി +2 കഴിഞ്ഞ കുട്ടിക്ക് പോളിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലാറ്ററൽ എൻട്രി ഈ കാൽക്കുലേഷനിൽ വരുമ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് +2 സയൻസ് കഴിഞ്ഞൊരു കുട്ടിക്ക്
പോളിടെക്നിക്കിന്റെ സെക്കൻഡ് ഇയറിലേക്കുള്ള ഒരു ഇതാണ്. സ്പോർട്സ് കോട്ട അതിൽ അല്ലാതെ സ്പോർട്സ് തന്നെ ഉണ്ടാവും. എല്ലാ ഗവൺമെന്റ് സീറ്റുകളിലും എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും സ്പോർട്സ് കോട്ട ഉണ്ട്. സ്പോർട്സ് കോട്ട ഉണ്ടാവും. സാറ് നേരത്തെ ഒരു സോളാറായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊന്ന് അത് അതേതായിരുന്നു? നീലിറ്റ് എന്ന് പറയുന്ന സ്ഥാപനം, നമ്മുടെ RIC NITക്ക് അടുത്തുള്ള നീലിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഓക്കെ, അതിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഒന്ന് ജസ്റ്റ് നീലിറ്റ് നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മള് സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ID കിട്ടും. അവിടെ തന്നെ കയറി കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സുകളാണ്. അത് ഇത്ര മണിക്കൂറിന്റെ ഒക്കെ ഉള്ള ഒരു കോഴ്സുകളാണ്. അതെ, NELIT NIELIT. ഓക്കെ, താങ്ക് യു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. സാർ, ഈ സ്പോർട്സ് റിലേറ്റഡ് കോഴ്സുകളെ പറ്റി ഒന്ന് പറയാവോ? ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ഒക്കെ ഷോർട്ട് ടേം. അസാപ് കേരളയുടെയും സ്കിൽ പാർക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പം, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോ സ്പോർട്സ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് സ്കിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഹലോ, കേൾക്കാവോ? മില്ലറ്റ് സാർ, അതിലെ സ്പോർട്സ് മാനേജ്മെന്റും ആയി ബന്ധപ്പെട്ട ഏതെങ്കിലും ഷോർട്ട് ടേം കോഴ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. കണ്ടിന്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടൊക്കെ. മില്ലറ്റ് സാർ ഓഡിയബിൾ അല്ലേ? www.skillparkന്റെ ഇതൊക്കെ പറഞ്ഞ സമയത്ത് കുറെ കോഴ്സുകൾ കാണിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് സ്പോർട്സും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് സ്കിൽസും കാണിച്ചായിരുന്നു. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല, അതാ ചോദിച്ചത്. ഹലോ, മില്ലറ്റ് സാർ കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നില്ല? ഹലോ, മില്ലറ്റ് സാർ, നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ടത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മറ്റ് വിദേശ ഭാഷകളൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനം അസാപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അസാപ്പിന്റെ ഭാഗമായിട്ടൊക്കെ. അതായിരിക്കും സാർ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് സാർ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ഈ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുമ്പോൾ നല്ല സാലറി ഉള്ള ജോബ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ അസ്ക്രിഫ് സാർ? നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നു. ഓക്കെ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് സാർ, ഈ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല സാലറി ഉള്ള ജോബ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ സ്കില്ലാവുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സ്കില്ലിനാണ് പ്രാധാന്യം. 2 ഷോർട്ട് ടൈം കോഴ്സുകളാണ്. നമ്മളിപ്പം +2 കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കോഴ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിൽ നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു കരിയറും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതേസമയം ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഷോർട്ട് ടൈം കോഴ്സ് ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവും നമ്മുടെ സാലറിയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും. മറ്റു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. അതായത് ഈ ഷോർട്ട് ടേം കോഴ്സുകളെ നമ്മൾ 2 രീതിയിൽ കാണണം. ഒന്ന്, പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ കാണുന്ന സമയത്ത് +2 കഴിഞ്ഞിട്ട് ഈ ITI തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മില്ലറ്റ് സാർ പറഞ്ഞതുപോലെ ആഡ് ഓൺ കോഴ്സ് അല്ലെ, നമ്മൾ അഭിലഷണീയ യോഗ്യത എന്നൊക്കെ പറയും. ആ അർത്ഥത്തിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകളും നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ഒന്ന്, ഓൾറെഡി പഠിച്ചതുമായി ബന്ധപ്പെട്ട അഡീഷണൽ പഠിക്കുന്നതാണ് ഡിഗ്രിക്ക് ശേഷമുള്ള ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ. അതേസമയം 10ാം ക്ലാസ് കഴിഞ്ഞോ 12ാം ക്ലാസ് കഴിഞ്ഞോ പോകുന്ന ഷോർട്ട് ടേം കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് പഠിച്ചതുമായി ബന്ധപ്പെട്ട അഡീഷണൽ അല്ല, അത് എൻ്റർലി ഡിഫറൻ്റ് ആയ ഒരു ടെക്നിക്കൽ വശം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഷോർട്ട് ടേം കോഴ്സുകളെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണണം.
ഓക്കെ. സർ, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? DNS. അത് IMU-ല് കൊടുക്കുന്ന ഒരു കോഴ്സ് അല്ലേ? ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ 3 ഇയർ. പേര് ഡിപ്ലോമ ആണെങ്കിലും 3 വർഷത്തെ ഒരു കോഴ്സാണ്. അത് ഷോർട്ട് ടേം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഡിപ്ലോമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. മെയിൻ ക്യാമ്പസ് ചെന്നൈയിലാണ്. കൊൽക്കത്ത, അതുപോലെ തന്നെ മുംബൈ, ഒരു കൊച്ചിയിലൊക്കെ സംശയം ക്യാമ്പസുകളുണ്ട്. സർ, ഡിപ്ലോമയില് ബയോമെഡിക്കൽ കോഴ്സ് ഉണ്ടോ? അത് ഷോർട്ട് ടേം കോഴ്സ് ആയിട്ട് പോളി ഉണ്ടാവും. അത് എങ്ങനെയാണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്? 3 ഇയേഴ്സ് വരണോ? ഏത് വർഷം വരെ ഉണ്ടാവുക? 3 ഇയർ. 3 ഇയറാ? സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലായിരിക്കും ഉണ്ടാവുക. അതെങ്ങനെയാന്ന് ക്ലിയർ ആയി പറഞ്ഞുതരുമോ? സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാവുക. പ്രൈവറ്റ് മേഖലയിലായിരിക്കും ഉണ്ടാവുക. പ്രൈവറ്റ് മേഖലയിലെ പോളിടെക്നിക്കുകളിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും. കെൽട്രോൺ. ഹലോ സാറേ, നമസ്കാരം. സർ, സാറേ, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ 1 ഇയർ കോഴ്സ് എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു സ്കിൽ ബേസ് ആയിട്ട് വരുന്ന സാധനമാണ്. അത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് 1 ഇയർ കോഴ്സ് എന്നതിലുപരി ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. ആ ഒരു മേഖലയിൽ നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയാ, പ്ലസ് ടു കഴിഞ്ഞൊരു 1 ഇയർ പ്രോഗ്രാം ആയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. അസ്കർ സാർ. ഹലോ. ഓന്റർപ്രണർഷിപ്പിന്റെ കോഴ്സുകൾ ഇത് ഡിപ്ലോമ ലെവലിൽ ചെയ്യാനുണ്ടോ? ഓണ്ടർപ്രണർഷിപ്പ് കോഴ്സുകൾ ഡിപ്ലോമ ലെവലിൽ കുറവാണ്. ഓണ്ടർപ്രണർഷിപ്പിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് എന്താ പറയാ, നമ്മൾ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. സ്കിൽ മിഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണല്ലോ വരുന്നത്. നമുക്ക് അതായത് നമ്മളിവിടെ നമ്മൾ മെൻഷൻ ചെയ്ത കോഴ്സുകൾ എന്ന് പറയുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു എലിജിബിലിറ്റിയിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്കില്ലുകൾ വെച്ച് ആ ഒരു മേഖലയിൽ നമുക്കൊരു ഇൻകം അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുക. പെട്ടെന്ന് നമുക്കൊരു ഫിനാൻഷ്യലി ഒക്കെ നമുക്കൊന്ന് സ്റ്റേബിൾ ആവുക. ആ രീതിയിലേക്കുള്ള വലിയൊരു ഇൻകം ഒന്നും ഇല്ലാതെ, ഇല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനനുസരിച്ച് വലിയ ഇൻകം ഒന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ITIയിൽ വയറിംഗ് പ്ലംബിംഗ് കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ രീതിയിലേക്ക് പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് 10 പ്ലസ് ടു എലിജിബിലിറ്റിയിലെ കോഴ്സുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തത്. ഇനി നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്, നല്ലൊരു സാലറി, നല്ല രീതിയിലേക്കുള്ള ഒരു പ്രൊഫൈലിലേക്കാണ് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മിനിമം ഒരു ഡിഗ്രി ഒക്കെ ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ആ മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിലെ ഷോർട്ട് ടൈം കോഴ്സുകൾ, അതിനെ നമ്മൾ ആഡ് ഓൺ കോഴ്സുകൾ എന്നാണ് പറയുക. അപ്പം അത്തരം കോഴ്സുകൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എലിജിബിലിറ്റി ഡിഗ്രിയോ അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ച ശേഷം അതിനോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ടൈം 6 മാസത്തെ 1 വർഷത്തെ ഒക്കെ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞു, ആ മേഖലയിൽ കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്യണം. നമുക്ക് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ സൈബർ സെക്യൂരിറ്റിയോ അത്തരത്തിലുള്ള കോഴ്സുകൾ അത്തരത്തിലുള്ള കോഴ്സുകൾ, എത്തിക്കൽ ഹാക്കിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ട് ചെയ്യാം. അപ്പം ആ ഒരു അഡീഷണൽ കോഴ്സ് അവർക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു മേഖലയിലേക്ക് കുറച്ചുകൂടി അവരെ എന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നു, നല്ലൊരു ഇൻകത്തിലേക്ക് എത്താം. അപ്പൊ അതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറി അങ്ങനത്തേതല്ല. നമുക്ക് ഒരു പെട്ടെന്നൊരു ജോലി വേണം, ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ചില കോഴ്സുകളുണ്ട്. അത് പറഞ്ഞ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ ആ ഒരു മേഖലയിലുള്ള ഒരു സ്കില്ലാണ്. അത്തരത്തിലേക്ക് നമ്മൾ എത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡിയിലേക്ക് പോവുകയും ചെയ്യാം. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഷോർട്ട് ടൈം കോഴ്സുകളെ കാണേണ്ടത്. ബട്ട് പഠിച്ച ഡിഗ്രി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, അവിടേക്ക് മാറണം. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടാവും.
ഒട്ടും ഇല്ലാതെ വരാനുള്ള സാധ്യത കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എന്താണ് പ്രോബ്ലം ഇല്ല. അത് ഓക്കെ സർ. അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സിജിയിലേക്ക് വരികയാണെങ്കിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. മില്ലറ്റ് സർ, ഹലോ മില്ലറ്റ് സർ. മിലറ്റ് സാർ, ഞാൻ ആ നേരത്തെ ചോദിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ആ സാർ ഇപ്പൊ സിജിയിലേക്ക് വരികയെന്ന് പറഞ്ഞല്ലോ. ഞാൻ മോൻ്റേത് ഇപ്പോൾ ഓൾറെഡി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 10:30-ക്കാണ് ആ ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ് വരുന്നത്. ഓക്കെ അപ്പം നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്രൈസിസിലാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇവന് BA ഇന്റഗ്രേറ്റഡ് BA BEd ചെയ്യാന്നുള്ളതിലായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പെട്ടെന്ന് അവനത് കൂടി മാറ്റി BBA വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ് ഓൺ കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് BA BEdന് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയി. ഇപ്പം എന്താ പറയാ, BBA ചെയ്യാൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. അപ്പൊ BBAയിൽ കുറച്ച് മാത്തമാറ്റിക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പഠിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നു. അപ്പം ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഓക്കെ, എന്തായാലും അപ്പോഴാണ് കുഴപ്പമില്ല. നാളെ വരുന്നുണ്ടല്ലോ. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് നമുക്ക് കൗൺസിലിംഗിൽ സാറ് നാളെ ഇപ്പൊ അങ്ങോട്ട് വരാൻ കഴിയുമോ? ഈ നമ്മള് ഇതിപ്പം എന്താ പറയാ, നാളെ ഇപ്പൊ ഓൺലൈൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉച്ച ശേഷം അവിടെ വരാൻ പറ്റുമോ? 5 മണി വരെ ഉണ്ടല്ലോ. അതിന് ശേഷം അല്ലേ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ വരാം അല്ലേ? അതിലെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കൗൺസിലിംഗ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഓൺലൈനിൽ തന്നെയാണ് കൗൺസിലിങ്ങിനും. ആ ഓഫ്ലൈനിൽ ആ കൗൺസിലിംഗ് ആവശ്യമുള്ള ആളുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ് പെർമിഷൻ ചോദിച്ചു വാങ്ങണം. കാരണം സിജിയിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ എല്ലാ ദിവസവും ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പം അവിടെ വന്ന് ആ എഴുതുന്ന ആൾക്കാർ മിക്കവാറും അന്ന് തന്നെ കൗൺസിലിംഗ് കിട്ടണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ എക്സാം കഴിഞ്ഞ് കൗൺസിലിംഗ് തുടങ്ങാൻ ഏകദേശം 2 മണിയാവും. കൂടുതൽ ആ കുട്ടികൾ അവിടേക്ക് വന്നാൽ കൗൺസിലിംഗ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആ അല്ല നിങ്ങൾ ആ നമ്മള് നമ്പറിൽ അവിടെ വിളിച്ച് ഉറപ്പുവരുത്തണം ഓഫ്ലൈൻ കൗൺസിലിംഗ് ഇന്ന് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അതിനുശേഷമേ പോകാൻ പാടുള്ളൂ. നമ്മൾ ഇതിന്റെ മുന്നേ മോൾക്ക് അവിടെ 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 വന്നിട്ടാ ചെയ്തത്. അപ്പം അതുപോലെ അവിടെ വന്ന് ചെയ്യണം എന്നാ വിചാരിച്ചത്. അപ്പോഴാണ് ഓൺലൈനാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാൻ കാരണം. ഓൺലൈനിൽ തന്നെയാണ്. ചില ആൾക്കാർ ഇപ്പം ലാപ്ടോപ്പ് നെറ്റ്വർക്ക് സംവിധാനം ഇല്ലാത്ത ആൾക്കാരൊക്കെ സിജിയിൽ വന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 10 പേര് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ 10 ആ ആൾക്ക് ഉച്ചയ്ക്ക് ശേഷം കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ പുറമെ നിങ്ങളും കൂടെ വന്നാൽ ചിലപ്പം ഉം, കിട്ടാതായി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കൗൺസിലിംഗിന് സിജിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ CDAT കൗൺസിലിംഗ് ആണെങ്കിൽ നിർബന്ധമായിട്ടും പെർമിഷൻ വാങ്ങണം. അവിടെ വിളിച്ച് ചോദിച്ചാൽ മതിയില്ലേ ജയവാര്? നിങ്ങൾക്ക് ആ നമ്പറിൽ ആ സൈറ്റിൽ നമ്പർ കാണാൻ പറ്റും. 8086664001 എന്നൊരു നമ്പർ ഉണ്ടാവും. ആ ആ ആ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അല്ലേ രാവിലെ തന്നെ? ഓക്കെ ഓക്കെ ഓക്കെ. ശരി സാറേ, താങ്ക് യു. മില്ലറ്റ് സർ, യെസ്, മില്ലറ്റ് സർ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മൾ നേരത്തെ പോളി ലാറ്ററൽ എൻട്രി സ്പോർട്സ് കോട്ട ഉണ്ടോന്ന് ചോദിച്ചല്ലോ. അതെ അതെ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അത് മെറിറ്റ് ബേസിലാണ് ലാറ്ററൽ ലുക്മാൻ എൻട്രിയിൽ സാറല്ല, എടുക്കുന്നത്. ലുക്മാൻ സാറല്ല. ആ അപ്പൊ അത് ലാറ്ററൽ എൻട്രിക്ക് സ്പോർട്സ് കോട്ട ഇല്ല എന്നാണ് ഞാൻ ഇല്ല മനസ്സിലാക്കുന്നത്. ഇല്ല, ലാറ്ററൽ എൻട്രിക്ക് സ്പോർട്സ് കോട്ട ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ ലാറ്ററൽ എൻട്രി ഉണ്ട്. പോളിടെക്നിക്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, നോർമൽ എടുക്കുന്ന സമയത്ത് സ്പോർട്സ് കോട്ട ഉണ്ടെന്നാ പറഞ്ഞു. ലാറ്ററൽ എൻട്രിക്ക് ഇല്ല കൊടുക്കുന്നില്ല. ഇല്ല 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 ഇല്ല. ഓക്കെ, താങ്ക്സ്. ഭാസ്കർ സാർ. യെസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അതെ. ഇനി അത്യാവശ്യം ഉള്ള ആൾക്കാർ അടുത്ത ദിവസം ജോയിൻ ചെയ്യാം. ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, എംഇ കോഴ്സിനെ കുറിച്ച് പറയാം. ക്ലിയർ ആയില്ല. ചോദിച്ച ആൾ അവിടെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് ചാറ്റ് ഒന്ന് നോക്കൂ. അല്ല, ചാറ്റ് നോക്കിയിട്ട് അതവിടെ എപ്പോഴാ വന്നത് ആളിവിടെ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലോ. നമ്മള് അതുകൊണ്ടാണ് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ വേണ്ടി പറയുന്നത്. അഷ്കർ സാർ ആളുണ്ട്. ഉണ്ട്. ഉണ്ട്. എംഇ കോഴ്സ് ആൻഡ് കോളേജസ് പറയുമോ എന്നാ ചോദിക്കും. അത് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സംഗതികളല്ല. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. സമയം വൈകിയില്ലേ? ചോദിച്ചാൽ നാളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നാളെ സയൻസ് മേഖലയിലെ പഠനവും അതുപോലെ തന്നെ ജോലി സാധ്യതകളും ഒക്കെയാണ്. അപ്പം ഇന്ന് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. 8 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ച് 9:30 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു
കരിയർ ടോക്ക് വെബിനാർ സീരീസ് ആണ്. ഇന്ന് 5ാമത്തെ ദിവസമാണ്. നാളെയും മറ്റന്നാളും കൂടെ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടർച്ച ഉണ്ട്. നാളെ സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട റമീൻ സാറുടെ സെഷനാണ്. ദെൻ അവസാനത്തെ ദിവസം ഫ്യൂച്ചറിസ്റ്റിക് കരിയർ എന്ന ടൈറ്റിലിൽ ഫിറോസ് സാറ് സംസാരിക്കും. സംശയങ്ങളൊക്കെ അവിടെയും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കും സിജിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ ഒരു ടോപ്പിക് കുറഞ്ഞ സമയം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സിജി റിസോഴ്സ് പേഴ്സൺ മില്ലറ്റ് സാറിനുള്ള നന്ദിയും അറിയിക്കുകയാണ്. നാളത്തെ പരിപാടിയിലേക്ക് അഡ്വാൻസ് ആയിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. സർ, ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സിന്റെ ക്ലാസ് ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സിന്റെ ക്ലാസ് ഡേ 7 ആണ്. നാളെ സയൻസ് ആണ്. ഓക്കെ.